ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും ചക്കയായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നല്ല പഴുത്ത ചക്ക വെച്ചിട്ടുള്ള 2 റെസിപ്പീസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം. അതിനുശേഷം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പത്തിരിക്കോ യൂസ് ചെയ്യുന്ന പൊടി. അതിലോട്ട് നല്ല ചൂടുള്ള ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശർക്കര പാനി നല്ല ലൂസായി പോലത്തെ, കാരണം നമുക്കിതിലോട്ട് പഴുത്ത ചക്കയും കൂടെ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതും കൂടെ ചേർക്കുന്നതിനനുസരിച്ചുള്ള ശർക്കര വെള്ളം നമുക്കൊന്ന് ഒഴിച്ചിട്ടൊന്ന് അല്പം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കിതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടുള്ള ശർക്കര പാനി ഒഴിക്കുമ്പോൾ നമ്മുടെ മാവ് നമുക്കൊന്ന് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതേ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ അരച്ച് വെച്ച ചക്ക നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ചക്ക എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ചക്ക വെള്ളം ഒട്ടും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇനി കുറച്ച് വാഴൻ്റെ ഇലയും കൂടെ ഒന്ന്, നമ്മൾ പണ്ടൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വാഴൻ്റെ ഇലയിട്ട് പാത്രമൊക്കെ ഉണ്ടാക്കി ആ രീതിക്കൊന്ന് ചെറുതായിട്ടൊന്ന് കോണാക്കിയിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല, ജസ്റ്റ് മക്കൾക്കൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്ലാവിലെ നമ്മളിങ്ങനെ കുത്തിയെത്തിൻ്റെ പണ്ടൊക്കെ കഞ്ഞി കുടിക്കാനൊക്കെ നമ്മുടെ ഈ പ്ലാവിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ. ഇപ്പം ഒന്നും ആരും ചെയ്യുന്നില്ല. നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെല്ലാം ഈ കൊമ്പ് കുത്തിയതിനകത്ത് നമ്മുടെ ഈ മാവ് ഒന്ന് അരച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ആവി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറിലധികം ടൈമൊന്ന് വേവാനെടുക്കട്ടെ, കാരണം ഇത് കുറച്ച് ചക്കയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതേ നമുക്കൊരു 1/2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിതൊന്ന് നിങ്ങൾക്ക് തുറന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പരുവെന്നൊന്ന് കാണിച്ചു തരാം. നമ്മുടെ പ്ലാവിൻ്റെ ഇലയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക അപ്പം നന്നായിട്ട് തന്നെ കുക്കായി വന്നതാണ്. അത് നമുക്കിങ്ങനെ ഒരു കോൺ ഷേപ്പിലായിട്ടൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ തോന്നും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ശർക്കരയും തേങ്ങയും ഒക്കെ അല്ലേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. പിന്നെ നല്ല മധുരമുള്ള ചക്കയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമ്മളത് വെച്ചുള്ള മറ്റൊരു റെസിപ്പി, ഇതേ മാവ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന മറ്റൊരു റെസിപ്പിയാണ്. ഒരു വാഴയിലയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. നമ്മൾ അടയ്ക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. കയ്യിലിത്തിരി വെള്ളം തൊട്ടിട്ട് പരത്തിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കുകയെങ്കിൽ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. ഇനി ആവിയിലാണ് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി മധുരം ചേർത്തിട്ടുണ്ട് ശർക്കരയുടെ, എന്നാലും ഒരു ഇത്തിരിയും കൂടെ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുത്തില്ലേ, എങ്കിലും ഇത്തിരിയും കൂടെ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇതിനകത്ത് നമ്മൾ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റാണ്.
അപ്പോൾ നമ്മൾ ഇത് ചുട്ടെടുത്തിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് ആവിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഈ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, കാരണം ഇതിനകത്ത് ശർക്കരയുടെ മധുരം ഉണ്ട്. നമ്മുടെ വാഴയില ഒന്ന് മടക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ രണ്ടും കൂടെ കൂടി വെച്ചിരിക്കും. അപ്പം നമ്മുടെ അടയെല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ആവിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 റെസിപ്പി നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ചക്കയൊക്കെ ഉള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോഴത്തെ ഒരു അരമണിക്കൂർ തന്നെ ഇതിന് സമയം എടുക്കട്ടെ, കാരണം ഇത് ആവി കയറിയിട്ടൊന്ന് കുക്കായി കിട്ടാൻ കുറച്ച് താമസം എടുക്കും. അപ്പോഴത്തെ ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുഴക്കണമെന്ന് നോക്കുകയാണ്. അപ്പോഴത്തെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കി വീഡിയോസ് മിസ്സായി പോയിട്ടോ, തുറന്ന് കാണിക്കുന്നതിൻ്റെ ഒക്കെ. അപ്പോഴത്തെ നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വാഴയിലയുടെ മണക്കായിട്ട് നല്ലൊരു ഫ്ലേവറായിട്ട് ഇതിന്